ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10th പ്രിലിമിനറി 4th സ്റ്റേജിന്റെ കട്ട് ഓഫ് മാർക്ക് തൊഴിൽ വാർത്തയിൽ വളരെയധികം ഉയർന്ന കട്ട് ഓഫ് മാർക്കാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഗ്രേഡും LDC ഒക്കെ സ്റ്റോർമാനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പരീക്ഷയെ സംബന്ധിച്ച് ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു എന്നുള്ളതാണ് 10th പ്രിലിമിനറി പരീക്ഷയുടെ 4ാം സ്റ്റേജിനെ സംബന്ധിച്ച് തൊഴിൽ വാർത്ത പറഞ്ഞിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് രംഗത്തെ മികച്ച ചോദ്യങ്ങളും ശരിയും തെറ്റും തമ്മിൽ നേരിയ വ്യത്യാസമുള്ള രീതിയിൽ സെറ്റ് ചെയ്യുകയായിരുന്നു. ഉദാഹരണത്തിന് PM-ശ്രീ പദ്ധതിയെ പറ്റിയുള്ള ഒരു ചോദ്യം. ഇതിൽ തെറ്റായ സൂചന പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ വർഷമാണ് 2022 അംഗീകാരം ലഭിച്ചത്, എന്നാൽ സൂചികയിൽ നൽകിയ വർഷം 2023 ആയിരുന്നു. വർഷങ്ങളിൽ നേരിയ വ്യത്യാസം പലർക്കും ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലും ശരിയായ ശ്രദ്ധ പുലർത്താത്ത പക്ഷം ശരിയുത്തരം കണ്ടെത്താനാവില്ല. ഈ ചോദ്യത്തിന് സൂചന 2-ൽ തിരൂർ എന്നതിന് പകരം തൃശൂർ എന്നാണ് നൽകിയത്. അതുപോലെ തന്നെ PM-ശ്രീ, നീതി ആയോഗ്, PBG റാം എന്നിവയുടെ ശരിയായ മുഴുവൻ രൂപവും ചോദ്യങ്ങളായി വന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതം എന്ന വിഷയത്തിൽ നിന്നുള്ള 2 വിവരണാത്മക ചോദ്യങ്ങൾ ഡിഗ്രി നിലവാരം ആണ്. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച വർഷം ഏത് എന്ന ചോദ്യവും കാലികമായ പ്രധാന സംഭവങ്ങളിൽ ശ്രദ്ധ പരീക്ഷിക്കാൻ പര്യാപ്തമായിരുന്നു. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരസൂചിക ഇല്ലതാനും. അതായത് ജനറൽ സയൻസിലെ വിഭാഗത്തിലെ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരസൂചിക ഇല്ലായിരുന്നു. തന്നിരിക്കുന്ന ജോലികളിൽ ഏതാണ് ഐസോട്ടോപ്പുകൾ എന്ന ചോദ്യത്തിലെ ഉത്തരസൂചികയുമായി നൽകിയിരിക്കുന്നവ വിവിധ മൂലകങ്ങളുടെ അറിയപ്പെടുന്ന ഐസോട്ടോപ്പുകളാണ്. അങ്ങനെ വരുമ്പോൾ 4 ഓപ്ഷനുകളും ശരിയാണ്. ഇത് ചോദ്യകർത്താവിന് പുതിയ പിഴവേകാനാണ് സാധ്യത. അതുപോലെ തന്നെ രാവിലത്തെ പരീക്ഷയിലെ ചോദ്യങ്ങൾ, ഇതേ സ്വഭാവമുള്ള രാവിലെ നടന്ന പരീക്ഷയിലെ ചില ചോദ്യങ്ങൾ, സമാന ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്കും ആവർത്തിച്ചു. സുവർണ ചതുഷ്കോണം പദ്ധതി, ഥാർ മരുഭൂമിയുടെ ഭാഗങ്ങൾ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നിവ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ഉത്തരമായി വരുന്ന 2 ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്നു. അതുപോലെ തന്നെ ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് ലാസ്റ്റ് ഗ്രേഡ് 65-നും 70-നും ഇടയ്ക്കാണ്. അതുപോലെ തന്നെ LDC സ്റ്റോർമാൻ 70 മുതൽ 75 വരെ കട്ട് ഓഫ് മാർക്ക് വരാമെന്നുള്ളതാണ് 4ാം സ്റ്റേജിനെ സംബന്ധിച്ച് തൊഴിൽ വാർത്തയിൽ വരുന്ന കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ മറ്റ് പരീക്ഷകളെ മറ്റ് സ്റ്റേജുകളെ അപേക്ഷിച്ച് തൊഴിൽ വാർത്ത പറയുന്ന 4ാമത്തെ സ്റ്റേജിൽ ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് അധികം കുറവൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് ലാസ്റ്റ് ഗ്രേഡിന് 65-നും 70-നും ഇടയ്ക്കും LDC സ്റ്റോർമാൻ 70-75-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയായിട്ടാണ് തൊഴിൽ വാർത്ത പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള പരീക്ഷകളിലുണ്ടായ മത്സര പരീക്ഷിച്ച ചോദ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരസൂചികയില്ല, രാവിലത്തെ പരീക്ഷയിലെ ചോദ്യങ്ങൾ വീണ്ടും വന്നു എന്നൊക്കെ ഉള്ള പല അഭിപ്രായങ്ങളും തൊഴിൽ വാർത്തയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പൊതുവെ തൊഴിൽ വാർത്തയിൽ വന്ന കട്ട് ഓഫിനെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ 4ാമത്തെ സ്റ്റേജിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.